ഒരുവന്റെ നോട്ടത്തിലൂടെ മറ്റൊരാൾക്ക് ദോഷം വരും എന്ന വിശ്വാസമാണ് ദൃഷ്ടിദോഷം അഥവാ കണ്ണേറ് ദോഷം. മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും വൃക്ഷങ്ങൾക്കും ദൃഷ്ടിദോഷം ബാധിക്കാം. മരങ്ങളിൽ നിറയെ പൂവിട്ട ശേഷം കായ്ഫലം കുറയുകയോ ഫലങ്ങൾ കേടുവന്ന് ഉപയോഗശൂന്യമായി പോവുകയോ ചെയ്താൽ പഴമക്കാർ പറയും കണ്ണ് കിട്ടി പോയതാണെന്ന്. പുതുതായി ഒരു കെട്ടിടം പണിയുടെ തുടക്കം, അതിനു മുന്നിൽ കോലം വയ്ക്കുന്നതും കള്ളിമുൾ ചെടി തൂക്കുന്നതും ഷീറ്റ് ഉപയോഗിച്ച് കെട്ടിടം മറയ്ക്കുന്നതും എല്ലാം നാം കാണാറുണ്ട്. പുതുതായി വാഹനം വാങ്ങിയാൽ അതിൻ്റെ മുന്നിലായി പൂജിച്ച മാലയോ ശംഖോ ശ്രദ്ധയാകർഷിക്കുന്ന മറ്റു വസ്തുക്കളോ തൂക്കിയിടുന്നത് പതിവാണ്. ഇവയെല്ലാം ദൃഷ്ടിദോഷം ബാധിക്കാതിരിക്കാൻ ചെയ്യുന്നവയാണ്. കുഞ്ഞുങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന അവസരത്തിൽ കണ്ണേറ് ഏൽക്കാതിരിക്കാൻ ചെവിയുടെ പുറകിലോ കാൽവെള്ളയിലോ കറുത്ത പൊട്ട് ഇടുക. കരിവളകൾ അണിയുന്നതും നല്ലതാണ്. ഒരു പാണലിൻ്റെ ഇല കുഞ്ഞിൻ്റെ ദേഹത്തെവിടെങ്കിലും മറ്റുള്ളവർ കാണാത്ത രീതിയിൽ വയ്ക്കുക. ഈ ആചാരങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. പാണനില വൈറസുകൾക്കെതിരെയുള്ള ഔഷധമാണ്. ഗർഭിണികൾ പുറത്തിറങ്ങുമ്പോൾ കണ്ണ് കിട്ടാതിരിക്കാൻ കയ്യിൽ ഒരു ഇരുമ്പ് കഷ്ണമോ പാണനിലയോ കരുതാം. പുറത്തു പോയിട്ട് വരുമ്പോഴും അപരിചിതർ കുഞ്ഞിനെ കാണുമ്പോഴും അതിന് ശേഷം കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് കടുകും മുളകും ഒഴിഞ്ഞ് ഇടൽ. കടുക് തൂവാതെ ഉപ്പും മുളകും കടുകും കയ്യിലെടുത്ത് ഓം നമഃശിവായ ചൊല്ലി 3 തവണ ഒഴിഞ്ഞതിന് ശേഷം അടുപ്പിലിടുകയോ അല്ലെങ്കിൽ വെളിയിൽ എവിടെയെങ്കിലും ഇട്ട് കത്തിക്കുകയോ ചെയ്യാം. മുളക് കത്തുന്ന രൂക്ഷഗന്ധം വന്നില്ല എങ്കിൽ 1 തവണ കൂടി ഒഴിഞ്ഞ് ഇടണം എന്നാണ് പറയാറ്. ദൃഷ്ടിദോഷം മാറണം എങ്കിൽ അങ്ങനെ ചെയ്യണം എന്നതാണ്. അതുകൂടാതെ നമ്മുടെ വീടിന് മുന്നിലായിട്ട് ചെറുനാരങ്ങായും മുളകും 5 മുളകും കരിയും ഉപ്പും ചേർത്ത് ഈ ഫോട്ടോയിൽ കാണുന്ന രീതിയിൽ കെട്ടിയിടുന്നത് ദൃഷ്ടിദോഷം കുറയ്ക്കാൻ ഒരു പരിഹാരമാണ്. അതുപോലെ തന്നെ ദൃഷ്ടിദോഷം വരുന്ന കുട്ടികളിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള കരച്ചിലും അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുക, അസ്വസ്ഥത എന്നിവ അനുഭവപ്പെടാറുണ്ട്.